പ്രേക്ഷകർ സ്വീകരിച്ച ആടുജീവിതത്തെ ഇപ്പോൾ ജൂറിയും അംഗീകരിച്ചതായി നോവലിസ്റ്റ് ബെന്യാമിൻ. ആടുജീവിതത്തിന് ഇത്രയധികം അവാർഡുകൾ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. ചില മേഖലകളിൽ അവാർഡ് ലഭിക്കാത്തതിൽ സംവിധായകൻ ബ്ലസി പറഞ്ഞതിനോട് യോജിക്കുന്നു. എന്നാൽ ജൂറിയുടെ അന്തിമ തീരുമാനം അംഗീകരിക്കുന്നതായും ബെന്യാമിൻ പറഞ്ഞു. വളരെ വളരെ സന്തോഷം. ആടുജീവിതം എന്ന നോവലിനെ ആസ്പദമാക്കി സാറ് സംവിധാനം ചെയ്ത സിനിമ ഇത്രയധികം പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിശ്ചയമായിട്ടും ഹൃദയം നിറഞ്ഞു കവിയാണ്. കാരണം ബ്ലസി എന്ന സംവിധായകൻ ആ സിനിമയ്ക്ക് പിന്നാലെ നടന്ന അലഞ്ഞ വർഷങ്ങൾ ഓരോന്നും ഞങ്ങളുടെ എല്ലാവരുടെയും ഹൃദയത്തിലുണ്ട്. നീണ്ട 16 വർഷക്കാലമാണ് അദ്ദേഹം ആ സിനിമയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചത്. അതിന് ജനങ്ങൾ തിയേറ്ററിൽ അംഗീകാരം നൽകി, വലിയ സ്വീകാര്യത ലഭിച്ചു. തുടർന്ന് ഇപ്പോൾ ജൂറിയും അത്തരത്തിൽ അതിനെ അംഗീകരിച്ചിരിക്കുന്നു എന്ന് കേൾക്കുന്നത് വലിയ സന്തോഷമുള്ള കാര്യമാണ്. സിനിമാ പ്രവർത്തകരുടെ, സിനിമയിലെ മുഴുവൻ അഭിനേതാക്കളുടെ, ക്രൂകളുടെ ഒക്കെ ആഹ്ലാദത്തിനൊപ്പം ഞാനും പങ്കുചേരുകയാണ്. അതെ, തീർച്ചയായിട്ടും. സാധാരണ കഥകൾ കൊടുത്ത് എഴുത്തുകാരൻ മാറി നിൽക്കുകയാണ്, അല്ലെങ്കിൽ എഴുത്തുകാരനെ മാറ്റി നിർത്തുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. അതിൽ നിന്ന് വ്യത്യസ്തമായി ആടുജീവിതത്തിൻ്റെ കേസിൽ സമ്പൂർണ്ണമായും ആ ഷൂട്ടിങ്ങിനോടൊപ്പം ഉണ്ടാവുകയും തിരക്കഥാ ചർച്ചയുടെ ഭാഗമാവുകയും നിരന്തരം കൊടുക്കുവാങ്ങലുകൾ ഉണ്ടാവുകയും ലൊക്കേഷനിൽ നിരന്തരം ഇടപെട്ട് പ്രവർത്തിക്കുകയും പൃഥ്വിരാജിനെ പോലെയുള്ള ഒരു വലിയ നടൻ പോലും അഭിപ്രായങ്ങൾ നമ്മളോട് വന്ന് ചോദിക്കാനുള്ള ഒരു വലിയ വിശാല മനസ്കത ഉണ്ടാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ആ ക്രൂവിലുണ്ടായിരുന്ന എല്ലാവരും പരസ്പരം ഇത് ഞങ്ങളുടെ സിനിമയാണ്, ഞങ്ങൾ ചെയ്യേണ്ട സിനിമയാണ് എന്നൊരു ബോധ്യത്തോടു കൂടി ചെയ്തതിൻ്റെ ഒരു ഫലമാണ് 9-ലധികം അവാർഡുകൾ ഇതിന് നേടിയത് എന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്കും വലിയ രീതിയിലുണ്ട്. കാരണം AR റഹ്മാൻ ഉണ്ടായിരുന്നു, റഫീഖ് അഹമ്മദിനുണ്ടായിരുന്നു, മനോഹരമായ വരികളുണ്ട്. ഇവിടെ അത് തീർച്ചയായിട്ടും ജൂറിയുടെ അന്തിമ തീരുമാനമാണ്, അതിനെ ചോദ്യം ചെയ്യാൻ പാടുള്ളതല്ല. ഞാനും ജൂറിയായിട്ട് മുൻ വർഷങ്ങളിൽ പ്രവർത്തിച്ചുള്ള ഒരാളാണ്. അതുകൊണ്ട് ജൂറി എങ്ങനെയാണ് തീരുമാനമെടുക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് കൃത്യമായ ധാരണയുണ്ട്. അവർ വലിയ ചർച്ചകൾ നടത്തിയിട്ടായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എടുത്തത്. പക്ഷേ ആടുജീവിതത്തിൻ്റെ ഒരു ഭാഗം എന്ന നിലയിൽ അതിന് പുരസ്കാരം ലഭിക്കാതെ പോയതിലൊരു വിഷമം. ആടുജീവിതത്തിന് പുരസ്കാരങ്ങൾ ലഭിച്ചതിൽ അതിയായ സന്തോഷമെന്ന് ആടുജീവിതത്തിലെ യഥാർത്ഥ നായകൻ നജീബ് പ്രതികരിച്ചു. ഹലോ, നമസ്കാരം. ആടുജീവിതം എന്ന സിനിമയ്ക്ക് ഇപ്പോൾ അവാർഡ് കിട്ടുന്നതിനകത്ത് വളരെയധികം സന്തോഷമുണ്ട്. കാരണം ലോകം മൊത്തം വീണ്ടും ഈ ആടുജീവിതത്തെ കുറിച്ച് അറിയാൻ സാധിച്ചതിൽ വളരെ വളരെ സന്തോഷമുണ്ട്. ഇനിയും അഭിനയിച്ച പൃഥ്വിരാജിനും ബ്ലസി സാറിനും മറ്റുള്ള എല്ലാവർക്കും എൻ്റെ ഹൃദയം തന്നെ സന്തോഷം ഞാൻ അറിയിച്ചു കൊള്ളുന്നു. കാരണം ലോകം മൊത്തം ഇപ്പോൾ സിനിമ ഇറങ്ങിയിട്ട് പിന്നെ ലോകം മൊത്തം അറിഞ്ഞു. ഇപ്പോൾ ഈ അവാർഡുകളൊക്കെ കിട്ടുമ്പോൾ ലോകം മൊത്തം വീണ്ടും ആടുജീവിതത്തെ കുറിച്ച് അറിഞ്ഞാൽ വളരെയധികം സന്തോഷമുണ്ട്. ഇത്രയും ഞാൻ അന്ന് അനുഭവിച്ച കാര്യത്തെപ്പറ്റി ഇത്രയും ലോകം മൊത്തം അറിയാൻ സാധിച്ചതിനകത്ത് വളരെ വളരെ സന്തോഷമുണ്ട്.